കാരണം ഒരുപാട് കോമ്പറ്റീഷൻ വരുന്ന ഒരു കാലഘട്ടമാണ്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള അവസാനത്തെ ഒരു അവസരം കൂടിയായിരിക്കും അടുത്ത LPUP എന്ന് പറയുന്നത്. ബാങ്കുകൾ, റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ, ബാങ്കുകളുടെ ദേശസാൽക്കരണം തുടങ്ങിയവയാണ് നമുക്ക് സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖല തന്നെയാണ്. ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെയൊക്കെ കടന്നു പോയിട്ട് ഇപ്പോൾ ചോദ്യപ്പെട്ടി പോലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ വളരെ വിശദമായിട്ട് പഠിച്ചെടുത്തിട്ടുള്ള ഒരു ഏരിയയാണ്. ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. ആ ടോപ്പിക്കുകൾ എടുത്ത് അവിടെ പറയുന്നുണ്ട്. മലയാള ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ചോദിക്കുക. അർത്ഥബോധം. ഹായ്, LPUP ഫൗണ്ടേഷൻ ബാച്ച് എൻട്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഈ കോഴ്സിലൂടെ ലഭിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ നിങ്ങളിൽ എത്തിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ ഇത് പഠിക്കേണ്ടത്? നമുക്കറിയാം LPUPയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനുള്ള ഒരു എക്സാമാണ്. അപ്പോൾ അതിൻ്റെ സിലബസ് വളരെ വിശദമായിട്ടൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ആ സിലബസിനെ വളരെ വിശദമായിട്ട് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള LPUPയുടെ സിലബസ്. ടെക്സ്റ്റ് ബുക്കുകൾ മാറും, കറണ്ട് അഫയേഴ്സ് മാറും, കണ്ടൻറ്റുകളൊക്കെ മാറും. പക്ഷേ എന്നാലും കോറായിട്ടുള്ള ഒരു സിലബസ് ഉണ്ടല്ലോ, അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള സിലബസിനെ ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അടുത്ത LPUPയിലേക്കുള്ള സ്റ്റെപ്പ് വളരെ ഈസി ആകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ലോങ് വ്യൂവിൽ വളരെ വ്യൂയോടുകൂടി പ്ലാൻഡായിട്ട് വേണം നമ്മൾ ഈ എക്സാമിനെ കാണാനായിട്ട്. കാരണം ഒരുപാട് കോമ്പറ്റീഷൻ വരുന്ന ഒരു കാലഘട്ടമാണ്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള അവസാനത്തെ ഒരു അവസരം കൂടിയായിരിക്കും അടുത്ത LPUP എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ LPUPയുടെ സിലബസാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 6 പാർട്ടുകളിലായിട്ടാണ് ഈ സിലബസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഓരോ പാർട്ടിനകത്തും വീണ്ടും സബ് ഡിവിഷനൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കാണാൻ പറ്റും. വളരെ വിശദമായിട്ടുള്ളൊരു സിലബസ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ പോർഷൻ നമുക്കറിയാം, സോഷ്യൽ സയൻസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ പ്രധാനമായിട്ട് എത്ര മാർക്കൊക്കെ വരുന്നു എന്നടക്കം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പ്രീ കോഴ്സ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് എൻട്രി ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നുമുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിലൂടെയാണ് കേരള ചരിത്രം എന്ന് പറയുന്ന ഈ ഭാഗം തുടങ്ങുന്നത്. അവിടെ തന്നെ പഴശ്ശി വിപ്ലവം, വേലുത്തമ്പിയും പാലിയത്തച്ഛനും, കുറിച്യർ കലാപമൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. കേരള ചരിത്രം അതിൽ നിന്നാണ് നമ്മുടെ സിലബസ് ആരംഭിക്കുന്നത്. ഓരോന്നിനും വലിയ ഇമ്പോർട്ടൻസോടുകൂടി പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അതിനുശേഷം വരുന്നത് കേരള നവോത്ഥാനം എന്ന് പറയുന്ന ഏരിയയാണ്. അവിടെ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചവറ, അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വാഗ്ബടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ ആളുകളെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം തുടങ്ങിയ കേരള നവോത്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെയും നമ്മൾ മുഴുവൻ സിലബസിൻ്റെയും ഭാഗമായിട്ട് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്ന് ഏത് ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇനി ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്നുള്ളതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ടൈറ്റിൽ വരുന്നത്. അത് തിരുവിതാംകൂർ മലയാളി മെമ്മോറിയലുകളുണ്ട്, ഈഴവ മെമ്മോറിയലുണ്ട്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെക്കുറിച്ചും നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും എടുത്തു പറഞ്ഞിട്ടുണ്ട്. കൊച്ചി ഇലക്ട്രിസിറ്റി സമരം, കൊച്ചി രാജ്യപ്രജാ മണ്ഡലം, മലബാർ ഖിലാഫത്ത് പ്രസ്താവന, മലബാർ കലാപം, ഉപ്പ് സത്യാഗ്രഹം തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് അടുത്ത ടൈറ്റിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ് എന്നിവയെല്ലാം അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കണം. എന്ത് ക്വസ്റ്റ്യൻസ് നമുക്കവിടെ കയറി വരാവുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ എത്രയോ വലിയൊരു ടോപ്പിക്കാണ്, വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയാണ് അടുത്ത ഒരു ടൈറ്റിൽ. അതിൽ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ, ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും, അതിൻ്റെ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയൊക്കെ നമ്മളിപ്പം ISRO ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കാണാൻ പറ്റില്ല PSCയുടെ. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയായിട്ട് നമുക്കതിനെ മനസ്സിലാക്കണം. അടുത്ത ലോക ചരിത്രം എന്നുള്ളതാണ് അടുത്ത ഒരു ടൈറ്റിൽ. അതിൽ നദീതട സംസ്കാരങ്ങളുണ്ട്, ഹാരപ്പൻ സംസ്കാരങ്ങളുണ്ട്, ഈജിപ്ഷ്യൻ സംസ്കാരമുണ്ട്, മെസപ്പൊട്ടോമിയൻ സംസ്കാരമുണ്ട്, ചൈനീസ് സംസ്കാരങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ പാർട്ടിൽ വരുന്നത്. അവിടെ കറണ്ട് അഫയേഴ്സ് 2 മാർക്കിൻ്റെ ഇത്രയും പറഞ്ഞ ടോപ്പിക്കുകളെ റിലേറ്റ് ചെയ്തുള്ള കറണ്ട് അഫയേഴ്സ് 2 മാർക്ക് വരും. ടോട്ടൽ 12 മാർക്കാണ് നമുക്ക് ചോദിക്കുക. ഈ 12 മാർക്ക് ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കുകളിലെ വിവിധ ക്ലാസ്സുകളിൽ വിവിധ ചാപ്റ്ററുകളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ചാപ്റ്ററുകളുണ്ട്. ആ ചാപ്റ്ററുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ കോഴ്സിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. SCERT ടെക്സ്റ്റ് ബുക്കുകളെയും NCERT ടെക്സ്റ്റ് ബുക്കുകളെയും അതുപോലെ തന്നെ സിലബസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ 12 മാർക്കിൻ്റെ ചോദ്യം വരുന്ന മേഖലയാണ് വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി. ഹിസ്റ്ററിയാണ് അവിടെ മുഴുവൻ ആദ്യത്തെ പാർട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ആ പാർട്ടിൽ തന്നെ, അതായത് സോഷ്യൽ സയൻസിൻ്റെ തന്നെ പാർട്ടിൽ തന്നെ രണ്ടാമത്തെ സബ് പാർട്ടാണ് നമ്മൾ ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പാർട്ട് കണ്ടു ചരിത്രമായിരുന്നെങ്കിൽ ഇനി ഭൂമിശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും അവിടെ വരുന്നുണ്ട്. ഇന്ത്യയുടെ ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ,
അന്തരീക്ഷ ഘടന, മണ്ണിനങ്ങൾ, ഗതാഗത മാർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. അതും നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കുകളിലെ പല ചാപ്റ്ററുകളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നു. ബാങ്കുകൾ, റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ, ബാങ്കുകളുടെ ദേശസാൽക്കരണം തുടങ്ങിയവയാണ് നമുക്ക് സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖല തന്നെയാണ്. ഇനി രാഷ്ട്രതന്ത്രശാസ്ത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല ചാപ്റ്ററുകളിലായിട്ട് 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ കിടക്കുന്ന ടോപ്പിക്കുകളാണ്. അവിടെ ഇന്ത്യൻ ഭരണഘടന, അതിൻ്റെ സവിശേഷതകൾ, ആമുഖം, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശകത്വങ്ങൾ, ഇന്ത്യയിലെ ഗവൺമെൻറ്, ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അതേപോലെ തന്നെ പ്രധാനമന്ത്രി, സുപ്രീം കോടതി, ഹൈക്കോടതി തുടങ്ങിയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ട് ഇന്ത്യൻ ഭരണത്തിൻ്റെ ഹെഡിലുള്ള ആളുകളെക്കുറിച്ചും എല്ലാം വളരെ വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. വലിയൊരു ടോപ്പിക്കാണ്. ഇതും സോഷ്യൽ സയൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. ഇനി സമൂഹശാസ്ത്രമാണ് അടുത്ത്. അതിൽ കുടുംബം, സാമൂഹീകരണം, 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയുന്നു. അതും SCERT ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്ററുകളുടെ ടൈറ്റിലായിട്ട് തന്നെ വരുന്ന കാര്യങ്ങളാണ്. അവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചരിത്രം മാറ്റിയിട്ട് ഭൂമിശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് 7 ക്വസ്റ്റ്യൻസ് ടോട്ടൽ വരും. അതിൽ 5 ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും 2 കറണ്ട് അഫയേഴ്സും ആയിരിക്കാം എന്നുള്ളതാണ് ഇവരുടെ മാർക്ക് ഡിവിഷനിൽ പറയുന്നത്. ഇതാണ് സോഷ്യൽ സയൻസിൻ്റെ പാർട്ടായിട്ടുള്ള ആദ്യത്തെ 2 ഭാഗങ്ങൾ. ഇനി ആ ഭാഗത്തിൽ തന്നെ വീണ്ടും പാർട്ട് 2ലേക്ക് നമ്മൾ പോകാൻ പോകണം. അടുത്ത പാർട്ടിലേക്ക് പോകാൻ പോകണം. പാർട്ട് 2 എന്താണെന്ന് നോക്കാം. പാർട്ട് 2ൻ്റെ 1ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്രമാണ്. അപ്പോൾ സോഷ്യൽ സയൻസ് കഴിഞ്ഞു. സോഷ്യൽ സയൻസിൽ എത്ര മാർക്കായിരുന്നു നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. 12ഉം 7ഉം 19 മാർക്കായിരുന്നു അവിടെ കണ്ടത് അല്ലേ. ഒന്നുകൂടി നോക്കിയോ. 7 മാർക്ക് ഇവിടെ ആദ്യത്തെ പാർട്ടിയിൽ നിന്ന്, 2ാമത്തെ പാർട്ടിയിൽ നിന്ന്. ദെൻ ആദ്യത്തേനകത്ത് നിന്ന് നമുക്ക് 7 മാർക്ക് ഇവിടെ. ദെൻ 12 മാർക്ക് ആദ്യത്തേനകത്ത് നിന്ന്. നോട്ട് ചെയ്യേണ്ട മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്ക് പറഞ്ഞു വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു 19 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ചോദിക്കും. അതിനുശേഷമാണ് സയൻസിലേക്ക് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് LP UPയിൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരുന്നത് സയൻസാണ്. സയൻസ് ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ അത് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ സാധിച്ചാൽ അതുവരെയുള്ള സയൻസ് വെച്ച് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ കഴിഞ്ഞ തവണത്തെ LP UP എക്സാമുകളൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയൊക്കെ പല ക്വസ്റ്റ്യൻസും ഹയർ സെക്കൻഡറി ലെവലിലേക്ക് ഉയരുന്നതാണ്. ഇപ്പോൾ UP സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിൽ കെമിസ്ട്രിയിൽ കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. +2, +1, +2 അത്യാവശ്യം ബേസ് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് വന്നു. LPയിൽ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ടഫായിരുന്നു. അത് +1, +2ലേക്ക് കയറുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ അങ്ങനെയും വരാവുന്നതാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്. ഇപ്പോൾ ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്ന അളവുകളും യൂണിറ്റുകളും, അതേപോലെ ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ, തരംഗചലനം, ശബ്ദം, ബലം, പ്രവൃത്തി, ഊർജ്ജം, പവർ, ഗുരുത്വാകർഷണം, ദ്രവബലങ്ങൾ, സ്ഥിതവൈദ്യുതി, ധാരാവൈദ്യുതി, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ, കാന്തികത, വൈദ്യുതകാന്തിക ഫലം, വൈദ്യുതകാന്തിക പ്രേരണം, പ്രകാശത്തിൻ്റെ പ്രതിപതനം, അപവർത്തനം, കാഴ്ച, പ്രകാശ പ്രകീർണനം, പ്രകാശ വിസരണം, പ്രകാശ മലിനീകരണം, ഊർജ്ജ പരിപാലനം തുടങ്ങിയവയാണ് ഭൗതിക ശാസ്ത്രത്തിലെ ആ ഒരു സിലബസ് ആയിട്ട് വരുന്നത്. കറണ്ട് അഫയേഴ്സ് 2 മാർക്കും ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ മൊത്തം 9 മാർക്ക്, 7+2 9 മാർക്കാണ് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അങ്ങനെയെങ്കിൽ കെമിസ്ട്രിയിലേക്ക് നമുക്ക് പോകാം. കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ പാർട്ട് 2 എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. അവിടെ രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ, അതിൻ്റെ ആറ്റത്തിൻ്റെ ഘടന, രാസബന്ധനം, പീരിയോഡിക് ടേബിൾ, ക്രമാവർത്തന പ്രവണതകൾ, ലായനികൾ, വൈദ്യുത രസതന്ത്രം, വാതക നിയമങ്ങൾ, രാസപ്രവർത്തന വേഗം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ, ലോഹങ്ങൾ, ലോഹനിർമ്മാണം, അലോഹ സംയുക്തങ്ങൾ, ഓർഗാനിക് സംയുക്തങ്ങൾ, നാമകരണം, ഐസോമെറിസം, രാസപ്രവർത്തനങ്ങൾ ഇന്ന് ടൈറ്റിൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കുകളെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ടൈറ്റിലുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതും ഈ പറയുന്ന രീതിയിൽ 9 മാർക്കാണ് ചോദിക്കുക. 7 മാർക്ക് പ്യുവർ ക്വസ്റ്റ്യൻസും 2 മാർക്ക് കറണ്ട് അഫയേഴ്സും. അങ്ങനെ 9 മാർക്കാണ് രസതന്ത്രത്തിൽ നിന്ന് ചോദിക്കുക. 9 9 18 മാർക്ക് ഇപ്പം തന്നെ സയൻസിൽ നിന്നായിട്ടുണ്ട്. ഇനി 3ാമത്തെ പാർട്ട് 2ലെ 3ാമത്തെ സബ് പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബയോളജി തന്നെയാണ്. ബയോളജിയിൽ കോശങ്ങളുടെ ഘടന, കലകൾ, കൃഷി, പരിസ്ഥിതി, വർഗീകരണം, ജനിതക ശാസ്ത്രം, പ്രകാശ സംശ്ലേഷണം, ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, ഇന്ദ്രിയങ്ങൾ, രോഗങ്ങളും ആരോഗ്യപരിപാലനവും, വിറ്റാമിനുകൾ, മിനറലുകൾ, എൻസൈമുകൾ, ഹോർമോണുകൾ തുടങ്ങി 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ. അതിൽ നിന്ന് 8 മാർക്കാണ് ടോട്ടൽ പറഞ്ഞിരിക്കുന്നത്. 6 മാർക്ക് പ്യുവർ സബ്ജക്റ്റും 2 മാർക്ക് അതിൻ്റെ കറണ്ട് അഫയേഴ്സ്. അങ്ങനെ 8 മാർക്ക്. 9 9 18 +8 എത്രയാ? 26 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് സയൻസിൽ നിന്നാണ്. 19 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എവിടെ നിന്ന് കണ്ടു? സോഷ്യൽ സയൻസിൽ നിന്ന് കണ്ടു. ദെൻ 26 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കാണാൻ പറ്റും? ഈ പറയുന്ന സയൻസിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു 50% അടുത്ത മാർക്കിലേക്ക് നമ്മളിപ്പോൾ എത്തി. സോഷ്യൽ സയൻസും പഠിച്ച് തന്നെ വളരെ പ്രധാനപ്പെട്ട കോറായിട്ടുള്ള ഏരിയ. പാർട്ട് 3യിലേക്ക് വന്നു കഴിഞ്ഞാൽ സിമ്പിൾ അരിത്തമെറ്റിക്കാണ്. സിമ്പിൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിനെ കുറിച്ചാണ് അവിടെ നമുക്ക് പറയേണ്ടത്. മാത്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്.
15 മാർക്ക് ചോദിക്കുന്ന ഏരിയയാണ് മാത്സ്. ഒരു കാരണവശാലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സയൻസ് മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അത് പ്ലസ് ആണ്. പക്ഷേ ബാക്കിയുള്ളവർക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗ്ഗമൂലവും, ശരാശരി, പാറ്റേണുകൾ, മാനസികശേഷി, സംഖ്യാശ്രേണികൾ, അനുപാതം, അംശബന്ധം, ശതമാനം, സമയവും ജോലിയും, ദൂരവും സമയവും, ക്ലോക്കും കോണുകൾ, അതുപോലെ പലിശ, കൂട്ടുപലിശ, ജാമിതി ഘനരൂപങ്ങൾ, ചെറുപൊതു ഗണിതവും പൊൻപൊതു ഗണിതവും, ലാഭനഷ്ടം, വിൽപ്പന, മെട്രിക് അളവുകൾ, സർവ്വസമവാക്യങ്ങൾ, ബീജഗണിതം, സാംഖ്യകം തുടങ്ങിയവയെല്ലാം ഈ 15 മാർക്കിൻ്റെ മാത്സിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ 15 മാർക്ക് കൂടി കഴിഞ്ഞു. ഇനി അടുത്ത പാർട്ടിലേക്ക് പോകാം. മാത്സും കഴിഞ്ഞാൽ പിന്നെ ലാംഗ്വേജിലേക്ക് വരാനുള്ള സാധ്യതയാണ് അല്ലേ. അതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അവിടെ കിടക്കുകയാണ്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ അത് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജിയാണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന, ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ ഒരുപാട് പേർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. നമ്മളെല്ലാവരും ഒരുപോലെ പഠിക്കുന്ന മേഖലയാണ് സൈക്കോളജി, പെഡഗോഗി ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ലാസ്റ്റ് നടന്ന LP UP എക്സാമുകളിൽ നമുക്കറിയാം 20-ൽ 19ഉം 20ഉം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് എങ്ങനെയാണ് ആ ഒരു കൃത്യമായിട്ടുള്ള പാറ്റേൺ നമുക്കറിയാം. ആവർത്തിച്ച് വർഷങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെയൊക്കെ കടന്നു പോയിട്ട്, ഇപ്പോൾ ചോദ്യപ്പെട്ടി പോലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ വളരെ വിശദമായിട്ട് പഠിച്ചെടുത്തിട്ടുള്ള ഒരു ഏരിയയാണ്. ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. 20-ൽ ആണ് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യണം? നമുക്ക് 20-ൽ 20ഉം സ്കോർ ചെയ്യാം, അല്ലെങ്കിൽ 19ഉം 18ഉം ഒക്കെ നമുക്ക് ഉറപ്പായിട്ട് എയിം ചെയ്യാൻ പറ്റണം. പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ, മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും, ഘടനാവാദം മുതൽ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം വരെ, വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും, മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ, ബുദ്ധി, അതിൽ തന്നെ ബഹുമുഖം വൈകാരിക ബുദ്ധിസങ്കല്പം വരെ, വ്യക്തിത്വം, വികാസതലങ്ങൾ, വികാസതത്വങ്ങൾ, വൈജ്ഞാനിക വികാസം, സാമൂഹിക വികാസം, സന്മാർഗിക വികാസം, പാരമ്പര്യവും പര്യാവരണവും തുടങ്ങി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു പറയുന്നത് കാണാൻ പറ്റും. അഭിക്ഷമതാ പരീക്ഷകൾ, അഭിപ്രേരണ, സമായോജന ക്രിയാതന്ത്രങ്ങൾ, മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും, കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്, ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ, പഠനതന്ത്രങ്ങൾ, വിവരവിനിമയ സാങ്കേതിക വിദ്യാഭ്യാസ സാധ്യതകൾ, പഠന വൈകല്യങ്ങൾ, DLD ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തുകൊണ്ട് വളരെ വിശദമായിട്ട് പഠിക്കേണ്ട സൈക്കോളജി, പെഡഗോഗി കണ്ടൻറ്റാണ് ഈ തന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഏരിയാസാണ്. കഴിഞ്ഞോ? ഇല്ല. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനവും കുട്ടിയും അറിവ് നിർമ്മാണവും, പഠന രീതികൾ, വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ, കേരള പാഠ്യപദ്ധതി സമീപന രേഖ, കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം, വിദ്യാഭ്യാസ ഏജൻസികൾ, വിദ്യാഭ്യാസ കമ്മീഷനുകൾ, അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. അപ്പോൾ അത്ര ഏരിയയൊക്കെ ഒന്ന് കവർ ചെയ്ത് വരുന്ന ഒരാൾക്ക് അല്ലേ 80 മാർക്ക് അടുത്ത് ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സിലബസിലെ. ഇനി നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും 5ാമത്തെ പാർട്ട്, അത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ്റെ ഭാഗത്ത് വളരെ വിശദമായിട്ടുള്ളൊരു സിലബസ് നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ ഗ്രാമറിനകത്ത് തന്നെ ഓരോന്നും എടുത്തെടുത്ത് ആർട്ടിക്കിൾസും, കോൺകോഡും, ടെൻസും, ടൈമും, പ്രപ്പോസിഷൻസും, ഫ്രൈസൽ വെർബ്സും ഒക്കെ എടുത്തെടുത്ത് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതിനെ വളരെ ഫോക്കസ് ചെയ്തുകൊണ്ട് 10 മാർക്കിൽ നെഗറ്റീവ് അടിക്കാതെ വളരെ കൃത്യമായിട്ട് പരമാവധി മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പിലേക്ക് ഇടം പിടിക്കാൻ പറ്റുക. ഫൗണ്ടേഷൻ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമാകുന്ന ആളുകൾ ഉറപ്പായിട്ടും ടോപ്പ് റാങ്ക് ലിസ്റ്റാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് എങ്ങനെയെങ്കിലും റാങ്ക് ലിസ്റ്റിൽ കയറുക എന്നുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റി റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പിലേക്ക് ഇടം പിടിക്കാനുള്ള ശ്രമമാണ് നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ തന്നെ ഈ കോഴ്സുകൾ ആരംഭിക്കുന്നത്. പെഡഗോഗി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് 2 മാർക്ക് അവിടുന്ന് ചോദിക്കും. 10 മാർക്കിൽ 8 മാർക്ക് പ്യൂർ ഇംഗ്ലീഷിന്, 2 മാർക്ക് അതിൻ്റെ പെഡഗോഗിയും ചോദിക്കുന്നതാണ് പറയുന്നത്. അത് ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ്, ലാംഗ്വേജ് ആൻഡ് തോട്ട്, ലാംഗ്വേജ് സ്കിൽസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻ LP ക്ലാസ്സസ്, അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് തുടങ്ങിയതൊക്കെ സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് ചോദിക്കുന്നതെന്ന് കൃത്യമായിട്ട് സിലബസിൽ തന്നെ എടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ടാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി 6ാമത്തെ അവസാനത്തെ പാർട്ട് എന്ന് പറയുന്നത് മലയാളമാണ്. അതിൽ സാഹിത്യപരം എന്ന് പറയുന്ന കഥ, കവിത, ആത്മകഥ, ജീവചരിത്രം, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം തുടങ്ങിയ സാഹിത്യ കാര്യങ്ങളും, ഭാഷാപരമായിട്ട് ഭാഷാചരിത്രം, ഭാഷാഭേദം, പ്രായോഗിക വ്യാകരണം, പദശുദ്ധി, പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലും, വാക്യരൂപങ്ങൾ, അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ടോപ്പിക്കുകൾ എടുത്ത് അവിടെ പറയുന്നുണ്ട്. മലയാള ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ചോദിക്കുക. അർത്ഥബോധം, കാവ്യബോധം, അവതാരണ, ഗദ്യം, അവതാരണം, പദ്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ ചോദിക്കുന്നു. അതേപോലെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 8 മാർക്ക് പ്യുവർ മലയാളമാണെങ്കിൽ 2 മാർക്ക് അവിടുന്ന് പെഡഗോഗിയാണ് ചോദിക്കുക. അതിൽ ഉദ്ഗ്രഥിത സമീപനം, ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ, ആസൂത്രണം, വാർഷികാസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, ദൈനംദിനാസൂത്രണം, വിലയിരുത്തൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ 10 മാർക്ക് മലയാളത്തിൽ നിന്നും, 10 മാർക്ക് ഇംഗ്ലീഷിൽ നിന്നും, ടോട്ടൽ 20 മാർക്ക് ലാംഗ്വേജ്, 20 മാർക്ക് ലാംഗ്വേജ്, 20 മാർക്ക് സൈക്കോളജി, 15 മാർക്ക് മാത്സ്, ദെൻ 19 മാർക്ക് സോഷ്യൽ സയൻസ്, ദെൻ 26 മാർക്ക് നമ്മുടെ സയൻസ്. ഇങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ പോയിരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ 100 മാർക്ക് വന്നോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാമല്ലോ.
അപ്പോൾ ഇതാണ് സിലബസ്. ഈ 100 മാർക്കിൽ നമ്മൾ 80 മുകളിലേക്ക് എയിം ചെയ്യണം. 80 മുകളിൽ എത്തിക്കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും മുകളിൽ കണ്ടാവും. എത്രത്തോളം ഉയരാൻ പറ്റുമോ അത്രത്തോളം ഉയർത്തുക. അതിന് കണ്ടിന്യൂസ് ആയിട്ട് എക്സാംസ് എഴുതണം. അതിന് കണ്ടിന്യൂസ് ആയിട്ട് ആ ടച്ച് വിടാതെ 3 വർഷം എഫേർട്ട് ഇടുന്ന ആൾക്കാരാണ് ടോപ്പിൽ വരിക. ആദ്യ തവണ എഴുതുമ്പോൾ ലിസ്റ്റിൻ്റെ അടിയിലായിപ്പോയി അല്ലെങ്കിൽ ലിസ്റ്റിൻ്റെ തൊട്ടടുത്ത് വരെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നിരാശയിലിരിക്കാതെ കളഞ്ഞിട്ട് പോവാതെ വീണ്ടും ആ മൊമെൻറ്റം താഴാതെ അവസാനം വരെ നിലനിർത്തിയ ആൾക്കാരാണ് വിജയത്തിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഫൗണ്ടേഷൻ ബാച്ച്. ഇനി BEdും DELഡും പഠിച്ചുകൊണ്ടിരിക്കുന്നവരടക്കം ഈ എക്സാമുകളെ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ടുള്ള അവസരം നിങ്ങൾക്കുണ്ട്. അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് സ്വയം എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക. കഴിഞ്ഞ പ്രാവശ്യം എഴുതിയവരോട് പ്രത്യേകിച്ച് നിങ്ങൾ അടുത്തുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോപ്പിലെത്താനായിട്ട് സാധിക്കും. അതിന് ഈ കോഴ്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ അവിടെ ഇത് പറയുന്നുണ്ട്, അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന ക്വാളിഫിക്കേഷന് അപ്പുറത്തേക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ട് ചോദിക്കാം. സിലബസിന് പുറത്തേക്കുള്ള ക്വസ്റ്റ്യൻസും വേണം ചോദിക്കാമെന്ന് PSC ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് വിഷയമല്ല. നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് 80 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റും. അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. സോ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഏറ്റവും മികച്ച രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അതിന് ടീം എൻട്രി നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. എല്ലാ ആശംസകളും. നന്ദി.